പറയാം നമ്മളുള്ള വിശ്വാസത്തിൽ പേര് പുറത്ത് പറയരുത് ചേട്ടാ എന്നുകൊണ്ട് എത്ര മെസ്സേജ് ഇന്നലെ മുതൽ വരുന്നറിയാം. അപ്പോൾ അതിൽ മെസ്സേജ് ആണ് വായിക്കാം. ഡോക്ടർ റാം ഈസ് എ സൈക്കോ. ഹി മോട്ടിവേറ്റ് സ്റ്റുഡൻസ് ടു സൂയിസൈഡ്. ഹി ടീച്ചിങ് കമ്മ്യൂണലിസം. ഹി കളക്ട് ഫൈൻ ഓഫ് 100 രൂപ മുതൽ 1000 രൂപ ഫ്രം സ്റ്റുഡൻസ് ഫോർ സില്ലി തിങ്സ് ലൈക്ക് ഫോർഗെറ്റിംഗ് ടു ടേക്ക് ടെക്സ്റ്റ് ബുക്സ്. ഹി അഡ്രസ് ദ സ്റ്റുഡൻസ് ലൈക്ക് ഫാറ്റി, ബ്ലാക്കി, വൈറ്റ് കോക്രോച്ച്, ട്രാൻസ്ജെൻഡർ, സ്ലം ഡോഗ്. വി ആർ സഫറിംഗ് ജെൻഡർ കളർ ഡിസ്ക്രിമിനേഷൻ ഫ്രം ഹിം. ഞാൻ പറയുന്നത് ഇത് ഏത് ബാച്ചിലെ കുട്ടി അയച്ചാന്ന് പറയുന്നില്ല, പക്ഷേ ആ കോളേജിൽ പഠിക്കുന്ന കുട്ടി അയക്കുന്നതാണ്. വേറെ മെസ്സേജ് ഞാൻ വായിക്കട്ടെ. കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി ലാസ്റ്റ് മന്ത് കോളേജിൽ ഇൻസ്പെക്ഷൻ വന്നു. ആ ടൈമിൽ 2 ഇൻസ്പെക്ടേഴ്സ് വന്നു. ക്ലോസ്ഡ് റൂമിൽ ഞങ്ങളെ കുറച്ച് പേരെ അടച്ചു. പറയാനുള്ളതെല്ലാം പറഞ്ഞ് പേടിച്ച് ആരും മിണ്ടിയില്ല എന്ന് പറയുകയാണ്. വേറൊരു കുട്ടി അയക്കുകയാണ്. തടിച്ച ഗേൾസിനെ ഫാറ്റി എന്ന് വിളിക്കും. കുറച്ച് ഇരുണ്ട സ്കിന്നുള്ള കുട്ടികളെ ബ്ലാക്കി എന്ന് വിളിക്കും. ഫെയർ അല്ലാത്ത കുട്ടികളെ ട്രാൻസ്ജെൻഡർ എന്ന് വിളിക്കും. 1 അവർ ലെക്ചർ ക്ലാസ്സിൽ 10 മിനിറ്റ് ക്ലാസും 45 മിനിറ്റ് കുട്ടികളെ ജഡ്ജ് ചെയ്യാനുമാണ്. ഹീസ് എ ക്രിമിനൽ. ക്ലാസ്സിൽ വന്ന് പച്ചയ്ക്ക് വർഗീയത പറയും. സൂയിസൈഡ് ചെയ്യാൻ മോട്ടിവേഷൻ തരും. ഒരാളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിരിച്ചില്ലെങ്കിൽ നമ്മളെ ചിരിപ്പിക്കാൻ അടുത്തിരിക്കുന്ന സ്റ്റുഡൻസിനെ കൊണ്ട് തലയിൽ അടുപ്പിക്കും. ആ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, അവിടുന്ന് ഇറങ്ങിപ്പോയ അലൂമിനികളൊക്കെ ഇന്നലെ മുതൽ നമുക്ക് അയക്കുന്ന മെസ്സേജുകളുടെ ബാഹുല്യം കണ്ടു കഴിഞ്ഞാൽ അറിയാം ആ കോളേജിൽ എന്താണ് സംഭവിക്കുന്ന കാര്യം എന്താണ്. അതാരും പുറത്തു പറയില്ല. കാരണം എന്താണ്, ആരെങ്കിലും പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്ന ഈ ദുഷ്ട സംഭവം വെച്ചുകൊണ്ട് കുട്ടികളുടെ ഭാവി തുലച്ചു കളയാനുള്ള വകുപ്പ് ഇവരുടെ കയ്യിലുണ്ട്. ജിബിൻ, അതുകൊണ്ട് ഇതൊന്നും പുറത്തു പറയില്ല. ഞാൻ പിന്നെയും പറയുന്നത്, ആ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ആ കോളേജിൽ അനുഭവിക്കുന്നത് ക്രൂരമായ പീഡനമാണ്, ക്രൂരമായ ടോർച്ചറാണ്. നിങ്ങൾ ആ കുട്ടികളെ വിളിച്ചിരുത്തി എന്താണ് ആ കോളേജിൽ സംഭവിക്കുന്നത് പറഞ്ഞ് മനസ്സിലാക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി അതിൽ ഇടപെടൽ നടത്തുന്നില്ലെങ്കിൽ എഴുതി വെച്ചോ, ഉറപ്പായും എഴുതി വെച്ചോ, നിതിൻ രാജ് അവിടുത്തെ അവസാനത്തെ പേരുകാരനല്ല എന്ന കാര്യം നമുക്ക് ഈ വരുന്ന മെസ്സേജുകളുടെ ആ കുട്ടികൾ അനുഭവിക്കുന്ന വിറയലിൻ്റെ, ഭയത്തിൻ്റെ ഉത്തമ ബോധ്യത്തിൽ പറയലാണ്. അതിന് പരിഹാരമുണ്ടാവുന്നില്ലെങ്കിൽ, ആ അധ്യാപകർ അവിടെ തുടരുകയാണെങ്കിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിതിൻ രാജ് അവിടുത്തെ അവസാനത്തെ മരണമാവില്ല, അതുറപ്പ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.